Hallelujah. Hallelujah. ആമേൻ. ഈ കഴിഞ്ഞ 6 ദിവസം നമ്മൾ ഒരുപാട് ദൈവവചനം കേൾക്കുകയും അതിൻ്റെ ശക്തി അനുഭവിക്കുകയും ടേസ്റ്റ് ചെയ്യുകയും ചെയ്തു. In the past 6 days, we really heard a lot from the Word of God, and we also tasted the power of God as well. Hallelujah. Hallelujah. ഇനിയും നമ്മൾ ഇതിൽ നിലനിൽക്കാൻ ചെയ്യേണ്ടത് പ്രയർ ലൈഫ് നാം ബിൽഡ് ചെയ്യണം. Now what we need in order to be strengthened and continue in this foundation is that we need to build and strengthen our prayer life. എല്ലാ പണിയുടെയും ശുശ്രൂഷയുടെയും പിൻപിൽ പ്രയർ വളരെ അത്യാവശ്യമാണ്. Behind every work and behind every ministry, prayer is very necessary. Hallelujah. Hallelujah. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ ആമേൻ 42-ാമത്തെ വാക്യം വായിക്കാം. Luke 22 verse 42 and 43. ആമേൻ. അവിടെ 46 വായിക്കാം. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. And there appeared an angel unto him from heaven to strengthen him. എപ്പോഴാണ് യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതൻ വന്നത്? When did an angel appear to strengthen Jesus? യേശു പ്രാർത്ഥിക്കാൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പോയി. ആ ഒലിവുമലയിൽ ഒരു ദൂതൻ അവനെ ശക്തിപ്പെടുത്തുവാൻ അവിടെ ഇറങ്ങി വന്നു. As usual, Jesus went to the Mount of Olives to pray, and when he went to pray, that's when an angel appeared to strengthen him. ഹല്ലേലൂയ. Hallelujah. കർത്താവായ യേശു ക്രിസ്തു പ്രയറിന് നല്ല ഒരു മോഡലായിരുന്നു. Jesus Christ, our Lord, was a great example for prayer. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ ആത്മീകത്തിലും ഭൗതികത്തിലും നിങ്ങൾ പവറായി ശക്തിപ്പെടുവാനിടയായി. In our life, to the degree and extent to which we give importance to prayer, to that degree we will become powerful in our spiritual lives and our material lives as well. ഈ ഒരു പാരഗ്രാഫ് ഞാൻ ഒരു 100 തവണയിലധികം വായിച്ചിട്ടുണ്ട്. This particular paragraph, I have read it more than 100 times. എൻ്റെ യേശു തന്റെ ശുശ്രൂഷയിലെല്ലാം വിജയം വരിച്ചത് പ്രാർത്ഥനയിലൂടെ. My Jesus, our Jesus, the reason and the way he was strengthened in his ministry was through his prayer life. യേശു പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്തിരുന്നു. Jesus gave huge importance to his prayer life. തന്റെ പിതാവിനോട് സംസാരിക്കണം, അത് പ്രാർത്ഥനയിലൂടെ പറ്റുകയുള്ളായിരുന്നു. അതുകൊണ്ട് യേശു പ്രാർത്ഥനയിൽ നിരന്തരം ആമേൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. Jesus really loved to talk to his heavenly Father, and the way to do that is through prayer. Hallelujah. Therefore he was constantly in communion with his Father through prayer. 39 to 46 വരെ പഠിക്കുമ്പോൾ When we read from verses 39 to 46, അവിടെ 6 പ്രാവശ്യം പ്രാർത്ഥന എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. in that few verses we see the word prayer is used 6 times. 5 പ്രാവശ്യം പ്രാർത്ഥിപ്പീനെന്നും 1 പ്രാവശ്യം മുട്ടുകുത്തി എന്നും അവിടെ എഴുതിയിരിക്കുകയാണ്. 5 times it says pray, and 1 time it says bow your knees. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളിലൂടെ പോയാലും പ്രാർത്ഥനയിലൂടെ നിങ്ങൾ അത് സാധിച്ചെടുക്കുവാൻ ആമേൻ തയ്യാറാകണം. In your life, irrespective of what problem you go through, you must learn to solve it through prayer. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു മനുഷ്യന്റെ മുൻപിൽ മുട്ടുകുത്തേണ്ടി വരികയില്ല. അവൻ തോറ്റുപോകുകയില്ല. അവൻ ജയാളിയായി മാറാൻ പോകുകയാണ്. An individual who constantly prays, he will not have to bow his knees before any individual. He will surely walk in victory. നിങ്ങൾക്കുള്ള കണക്ഷൻസ് ദൈവം ഒരുക്കി തരും. God will arrange and prepare the connections that you need in your life. Hallelujah. Hallelujah. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. Therefore pray. Everybody, ആമേൻ, എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് pray, pray, pray. പ്രാർത്ഥന, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. Yes, praying is something that every one of us needs to do. രാവിലെ ഫോൺ എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഫോൺ എടുക്കുക. Before you take up your phone the first thing in the morning, pray. After you pray only, you should do anything else. രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ
ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, പ്രാർത്ഥിച്ച് കർത്താവുമായി സംസാരിച്ച് കിടന്നുറങ്ങുക. Before you go to sleep in the night, switch off your phone and talk to God. Only after that you should sleep. ആമേൻ. നമ്മുടെ ജീവിതം പ്രയറിലൂടെയാണ് ഇന്റിമസിയിലേക്ക്, കർത്താവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്, ആ കവനന്റ് അതിലേക്ക് വരുവാനിടയാകുന്നത്. It is only through prayer we are able to enter into that covenant and intimacy with God. 41 വർഷം കൊണ്ട് പ്രസംഗിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ പ്രസംഗം കൊണ്ടല്ല അവൻ വല്ലതും കിട്ടിയത്, പ്രവചനം കൊണ്ടല്ല വല്ലതും കിട്ടിയത്. യേശുവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിലും വ്യക്തി ജീവിതങ്ങളിലും മാറ്റം സംഭവിപ്പാനിടയായി തീർന്നു. I have been preaching for the past 41 years, but it is not because I have preached or because of prophesied that I received any blessings in my life. The reason I received all the blessings was because I bowed my knees and spent time in the presence of God. Hallelujah. Hallelujah. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, Jesus said to his disciples, അവൻ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. he says, pray that you will not fall into temptation. Hallelujah. Hallelujah. യേശുവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒരു പതിവായി പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. In Jesus' personal life, he had a constant schedule and methodology of praying. നിങ്ങൾ 6-7 ദിവസം ഇവിടെ കൂടി നാളെ മുതല് ഈ പ്രയർ നിർത്തി മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടരുത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പ്രയർ ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾ വിക്ടോറിയസ് ലൈഫിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെടും. You all were here for the past 6 days, but now onwards, when you go from here as well, you must not go backward from that practice. You must build a solid prayer lives. Then you will enter into a victorious life. ദൈവം നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ, When the Lord says something to us, ഒരു ദൈവശബ്ദം നമ്മോട് പറയുമ്പോൾ, when he speaks to us a word from God, നാം അത് കേട്ടിട്ട് ഇട്ടിട്ട് പോകാനല്ല, നാം അതിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് നമുക്കത് നൽകി തരും. God does not want us to just hear the word and then ignore it and go away from there, but he wants us to hear it, receive it, and meditate on it, and that's when the fulfillment of that promise happens in our life. 24 മണിക്കൂറും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് എടുക്കുന്നു. 1 hour എങ്കിലും നാം പ്രയറിന് വേണ്ടി മാറ്റിവെക്കണം. 24 hours of the day we use all our time to do our personal things, but out of that at least 1 hour of the day we must devote it to personal prayer with അത് God. നിങ്ങൾക്ക് അന്യഭാഷയിൽ ആരാധിക്കാം, ആമേൻ. നിങ്ങൾക്ക് ബൈബിൾ വായിക്കാം, പാട്ടുപാടാം, ആമേൻ, കരയാം, ആമേൻ, ദൈവത്തോട് സംസാരിക്കാം. ഇതെല്ലാം പ്രാർത്ഥനയുടെ ചില വശങ്ങളാണ്. When you spend that time with God, you can either do it through Bible meditation, through prayer, through worship, talking to God. These are all various aspects of spending time with God. ദൈവം നമ്മളെ എൻകറേജ് ചെയ്യുക. ദൈവത്തിന്റെ പ്രോമിസസ്, വചനങ്ങൾ, ഉറപ്പുകൾ ഇതെല്ലാം തരുന്നത് ആമേൻ നാം ഡിസ്കറേജ് ആയിരിക്കുമ്പോഴും നാം പുറകോട്ട് പോകുമ്പോഴും നമ്മളെ എൻകറേജ് ചെയ്ത് സ്വർഗം മുമ്പോട്ട് വിടുകയാണ്. Whenever we are discouraged and tired in life, the Lord gives us his words, his encouragements, his promises to build us up so that we will go forward. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ കഴിപ്പിക്കുമ്പോൾ പല കാര്യങ്ങൾ അവരെ കാണിച്ചും കൊടുക്കാമെന്നും ഓഫർ കൊടുത്തും എൻകറേജ് ചെയ്യുമ്പോൾ അവർ അത് കഴിക്കുന്നു. അതുപോലെ സ്വർഗം ചിലത് എൻകറേജ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? നാം ഉത്സാഹികളായി മാറണം. ആ ഉത്സാഹത്തിലൂടെ ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിപ്പാൻ നാം ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Sometimes when we see small children crying, we show them different toys or chocolates in order to encourage them so that they will be happy. Similarly, when we are discouraged in life, the Lord shows us, encourages us, builds us up so that we will be passionate people and move forward so that we will fulfill the purposes of God on earth. By giving his promises, he encourages us by giving us his promises. തന്റെ വാഗ്ദത്തം കൊടുത്തുകൊണ്ട് അവൻ ഉത്സാഹിപ്പിക്കും. He encourages us by giving us his promises. കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞു, When the Lord sent his disciples, he said, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം.
He told them, wait in Jerusalem until you receive the promise of my Father. അതൊരു പ്രോമിസ് അവർക്ക് കൊടുത്തു. He gave them a promise. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 1:4 വായിക്കുമ്പോൾ When we read Acts 1 verse 4, അവർ ആ വാഗ്ദത്തത്തിന് വേണ്ടി അപ്പർ റൂമിൽ കയറി. they entered into the upper room to wait for that promise. അവർ അവിടെ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ On that day when they sat to pray, പ്രാർത്ഥനയ്ക്കകത്താണ് ആ പ്രോമിസ് റിലീസ് ചെയ്തത്. it is when they were praying, that's when that promise was released to them. ദൈവത്തിന്റെ പ്രോമിസ് റിലീസ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴാണ്. The promises of God are released to you when you sit in prayer. ആമേൻ. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. God is a faithful God. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. God is a God who does miracles. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ റിലീസ് ചെയ്യും. In your life, the Lord is releasing certain things. ദൈവം നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് മാറ്റാൻ പോകുകയാണ്. In our life, the Lord is going to change our situation. ഹല്ലേലൂയ. Hallelujah. പ്രാർത്ഥനയിലൂടെ ചില വൻകാര്യങ്ങൾ സംഭവിക്കും. Through prayer, some great things will happen. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. The Lord will do miracles. നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ If you do anything for God, കർത്താവ് ഒരിക്കലും അത് മറക്കത്തില്ല. God will never forget it. ആമേൻ. നിങ്ങൾ ഒരു ഗിവറായത്, When you become a giver, നിങ്ങൾ കുക്ക് ചെയ്തത്, when you cook for people, നിങ്ങൾ ദൈവദാസന്മാരെ കൊണ്ടു നടന്നത്, when you go around and serve men of ഇതെല്ലാം God, ഓർക്കുന്ന ഒരു സമയമുണ്ട്. there is a time where all this will be remembered. ആമേൻ. ദാനിയേൽ ഒരിക്കൽ പ്രാർത്ഥിച്ചു. Once Daniel prayed, യഹോവേ കേൾക്കണമേ, "Oh Lord, hear my prayer. യഹോവേ ക്ഷമിക്കണമേ, Oh Lord, forgive us. യഹോവേ ചെവിക്കൊണ്ട് ഉത്തരമരുളണമേ." Oh Lord, hear our prayer and give us answers." ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. And God gave answers to Daniel's prayer. നിങ്ങൾ ഈ ഡോറ് തുറന്ന് വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് Before you open this door and go out from this place, നിങ്ങൾക്കുള്ള മറുപടിയുമായി ദൂതൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. the angel of the Lord has come here and standing here with an answer for your prayer. വർഷങ്ങളായി കരയുന്ന പ്രാർത്ഥനയുടെ മറുപടി, രോഗത്തിന്റെ സൗഖ്യം യേശു നിങ്ങളെ റിലീസ് ചെയ്യാൻ പോകും. The prayer requests you've been praying for many years and your sicknesses which you need to be healed, the Lord is releasing his answers for you. ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ ചില സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, ചില ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, പുതിയ വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. After this meeting, when you go back to your houses, the Lord is going to show you some signs and wonders, and he's going to open some new opportunities as your solutions. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വലിയൊരു താല്പര്യം ഉണ്ടാകണം. In our life, we must all have a great passion and a desire for Jesus Christ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയർ ഒരു പാഷനാക്കി മാറ്റണം. In your life, prayer must become your passion. ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തം തുടിക്കണം. When we say Jesus Christ, our blood must boil with enthusiasm and passion. അവന്റെ ബ്ലഡിനകത്തൊരു സ്നേഹമുണ്ടായിരുന്നു. He gave his blood because there was a love for him. അവന്റെ ബ്ലഡിനകത്ത് ഒരു സാക്രിഫിഷ്യൽ ലവ് ഉണ്ടായിരുന്നു. In his blood which he gave, there was a sacrificial love. ആമേൻ. Amen. ആമേൻ. യേശുക്രിസ്തുവിലേക്ക് വന്ന പൗലോസ്, Paul, who came to Jesus Christ, പൗലോസിന്റെ ഹൃദയത്തിനകത്തൊരു തുടിപ്പുണ്ടായിരുന്നു. in the heart of Paul there was a passion. യേശുക്രിസ്തു എന്നുള്ളതല്ലാതെ തനിക്ക് മറ്റൊരു ലക്ഷ്യവുമില്ലായിരുന്നു. Apart from Jesus Christ, he had no other aim or ഇവിടെ interest. ഇരിക്കുന്ന സകല വ്യക്തികളുടെയും ഹൃദയത്തിൽ ആമേൻ കൺസീവ് ചെയ്തു വരേണ്ടത് കർത്താവായ യേശുക്രിസ്തുവാണ്. In the hearts and minds of every person over here, what must be conceived is Jesus Christ. നിങ്ങളുടെ ഹൃദയത്തിൽ പണത്തിനപ്പുറത്ത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തയും ആഗ്രഹവും ജീവനും ടേസ്റ്റിയും അവനുണ്ടാകട്ടെ. In your life, you must think and thirst and desire about Jesus more than even money or any other thing. എനിക്കൊരു പ്രസംഗമുണ്ട്. I have a preaching. ആമേൻ. 1 കൊരിന്ത്യർ 2:2 വാക്യത്തിൽ 1 Corinthians 2 verse 2. പൗലോസ് പറയാ, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. So there in verse 2 Paul says, "For I resolved to know nothing while I was with you except Jesus Christ and him crucified." നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. He said, "I decided that I wanted to be in your midst." പൗലോസിന്റെ ഹൃദയത്തിനകത്ത്
ഒരേ ഒരു ചിന്തയുള്ളായിരുന്നു, നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച ക്രിസ്തു, ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ആ ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്നുള്ളതാണ്. Paul had only one desire, one hunger, one passion in his heart, that is to live for his Lord Jesus Christ. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Amen. ദൈവം ഭയങ്കര ദൈവമാണ്. God is a great God. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിനകത്ത് യേശു ക്രിസ്തു എന്നുള്ള ഒരു വലിയ ചിന്ത വരുമ്പോഴാണ്, ആമേൻ, നിങ്ങളുടെ സ്ഥലത്തെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും, ആമേൻ, രാജ്യത്തെ കുറിച്ചും ഇന്ത്യയെ കുറിച്ചും, ആമേൻ, സ്തോത്രം, വേൾഡിനെ കുറിച്ചും ഉള്ള ആത്മദാഹവും വേദനയും നമുക്കുണ്ടാകുന്നത്. It is only when your hearts and minds are filled with a passion for Jesus Christ, that is when you will have a hunger and a burden for your locality, for your nation, for India, for whichever country you've come from. പൗലോസിന്റെ ഹൃദയത്തിനകത്ത്, In the heart of Paul, യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടു. he was filled with the love of Jesus Christ. തനിക്ക് തന്റെ ശരീരമല്ല വലുത്, അവൻ തന്റെ പണമല്ല വലുത്, തന്റെ സൗഖ്യമല്ല വലുത്, തനിക്ക് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവായിരുന്നു. What he valued the most was not his health, not his body, not his money. What he really valued was the crucified Jesus Christ. ഹല്ലേലൂയ. Hallelujah. തന്നെ ഒരു പട്ടണത്തിൽ നിന്ന് വലിച്ചിഴച്ച് ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയപ്പോഴും അവിടെയും താൻ കർത്താവിനെ പാടി സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. Even when they beat the apostle Paul and dragged him to another village, there also he continued to preach Jesus Christ. ഹല്ലേലൂയ. Hallelujah. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ ഒരിക്കലും വേർതിരിഞ്ഞു പോകരുത്. From this love of Christ, none of you must ever be separated or walk away from this അതുകൊണ്ട് love. പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. That's why Paul said, I have fought the good fight, I have ran the race, and I have been faithful, and now the crown of life is awaiting me. നിങ്ങളെല്ലാവരും കർത്താവിന്റെ വേലക്കാരായി മാറണം. Each one of you must become ministers of God. നിങ്ങൾ ബിസിനസ് വിടാൻ പറയുന്നില്ല. I'm not telling you you must leave your നിങ്ങൾ business. ജോലി കളയാൻ പറയുന്നില്ല. I'm not telling you you must leave your job. ബാക്കി എത്രയോ സമയം കർത്താവ് നമുക്ക് തരുന്നു. ആ സമയം നാം എല്ലാവരും തക്കത്തിൽ ഉപയോഗിക്കുന്നവരാകണം. God has given us so much of time. We have extra time. Those times we must use it well for the kingdom of God. ദൈവമല്ലേ നമ്മെ രക്ഷിച്ചത്? Isn't it the Lord who has saved us? ഈ രക്ഷിക്കപ്പെട്ട നമ്മൾ രക്ഷിക്കപ്പെടാത്തവരെ രക്ഷയിലേക്ക് കൊണ്ടുവരണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉത്തരവാദിത്വം. We who have been saved, we must lead other people also into this wonderful salvation. That must be our aim and our desire. നമ്മുടെ കർത്താവ് വരാറായി. Our Lord is about to return. അവൻ വരാറായതുകൊണ്ട് അവന് വേണ്ടി നാം ഒരുങ്ങി ജീവിക്കണം. So because he is coming soon, we must be prepared and live ready for him. ഒരു പ്രിപ്പറേഷൻ നമുക്കുണ്ടായിരിക്കണം. We must have a preparation in our life. ഏത് സമയത്തും എന്റെ കർത്താവ് വരും. At any time, our Lord will return. അവന്റെ വരവിന്റെ ശബ്ദത്തിങ്കൽ നമുക്ക് അത് തിരിച്ചറിയും. When he returns, by the sound of his voice, we will be able to recognize it. ഹല്ലേലൂയ. Hallelujah. അതിന്റെ സകല ലക്ഷണങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. We are seeing the signs of his return in the world. ആമേൻ. ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, ഭാരതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, ആമേൻ, നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. കർത്താവിന്റെ വരവ് വളരെ അടുത്തു. അതുകൊണ്ട് നാം അധികം ശക്തിയും ജാഗ്രതയുമുള്ളവരായിരിക്കണം. അനേകർ തിരിച്ചു പോകും, അനേകർ മടുത്തു പോകും. എന്നാൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടായിരിക്കും. Looking at the events in the world, looking at the events in India, we are seeing that these are the coming times for our Lord's return. So many people will depart from the faith, many people will be discouraged, but we must stand strong in our relationship with God. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്,
All of you must pray about this. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? How must you pray? നിങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു വ്യക്തിയോട് സുവിശേഷം പറയുന്നതിന് മുമ്പ് അവൻ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം. Do you know what you must do before you go for ministry or before you share the gospel with somebody? You must sit in the presence of God and pray. ദൈവിക ശുശ്രൂഷ സഹോദരന്മാർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതല്ല, എല്ലാവർക്കും വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയും. God's ministry is not only meant for men, it is also meant for women as well. The ministry of God is for every single person. ഒരു എസ്തറിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? What happened in the life of Esther? അവൾ ഒരു രാജ്യത്തെ മുഴുവൻ പിടിച്ചെടുക്കുന്ന പ്രാർത്ഥനയാണ് എസ്തർ ചെയ്തത്. What Esther did, that she prayed, and that caused an entire nation situation to be shifted. Hallelujah. Hallelujah. സഹോദരിമാരെ, നിങ്ങൾ ഓർത്തോണം. Sisters, you must remember, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേൾഡിനെ തിരിക്കാൻ പറ്റും. your prayers can change the world. ഒരു എസ്തറിന്റെ പ്രാർത്ഥന, 3 ദിവസത്തെ പ്രാർത്ഥന രാജാവിന്റെ ഹൃദയത്തെ, ഭരണകൂടത്തെ സൈൻ ചെയ്തതിനെ തിരിച്ചെഴുതാൻ ഇടയായെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി ചെറുതല്ല, അത് വലുതാണ്. Esther's prayer for 3 days, it totally changed the king's decision, the government, and the situations that had been happening over there. If that is the case, prayer is really powerful. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെല്ലാം ഒന്ന് കൈവക്കിക്കേ. All the sisters over here, please lift up your hands. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കുമോ? If you pray, will the Lord listen? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? If you pray, will the Lord hear? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പവർ ഉണ്ട്. Your prayers have power. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മിറക്കിൾ നടക്കും. If you pray, miracles will happen. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. If you pray, miracles will happen. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ലോക ഉണർവുണ്ടാകും. If you pray, world revival will happen. ഇതുവരെ നടക്കാത്ത വൻകാര്യങ്ങൾ പ്രാർത്ഥനയിൽ നടക്കാൻ പോകുകയാണ്. Great things that have not happened until now are going to happen through prayer. ഈ മീറ്റിംഗിന്റെ അവസാന സെഷനിൽ In the last session of this meeting, നിങ്ങളെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു, പ്രാർത്ഥനയിൽ തുടർന്നു അസാധാരണ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ പോകുകയാണ്. the Holy Spirit is motivating you and telling you to continue in prayer, and through you the Lord will accomplish great things. ഈ 7 ദിവസം കർത്താവ് നിങ്ങളെ എക്വിപ്പ് ചെയ്യുകയായിരുന്നു. In these 7 days, the Lord has been equipping you. ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി God equip us. ദൈവം നിങ്ങളെ ആമേൻ ആമേൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. God has been equipping us for a great ministry. Hallelujah. Hallelujah. ഒരാളിനെ ദൈവം തിരിക്കാൻ തുടങ്ങുമ്പോൾ, When a God starts to shift a person's life, മാസങ്ങൾ എടുക്കുകയില്ല. it will not take months. ഒരു ലൈറ്റിന് സ്വിച്ച് ഇടുമ്പോൾ അത് പ്രകാശിക്കുന്ന പോലെ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ആത്മാവ് നിങ്ങളെ തിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. Just like in order to on a light, we just need to click a switch. Immediately, the Lord also will change our situations. ഇവിടെ വന്ന ഒരു വ്യക്തി പോലും തിരിച്ച് നിങ്ങളുടെ സഭയിലും വീടുകളിലും ചെല്ലുമ്പോൾ പഴയതുപോലെ ഇരിക്കരുത്. അവരിൽ നിങ്ങളിൽ ഒരു വ്യത്യാസം കാണണം. അതിലൂടെ വൻകാര്യം നടക്കാൻ പോകുകയാണ്. Not even one person over here must return to his church or house in the same way. The Lord wants to see great things happening through you. Hallelujah. Hallelujah. പ്രാർത്ഥനയിൽ നാം എല്ലാവരും ശക്തിപ്പെടണം. So we must all be strengthened in prayer. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. You must start praying more. ഒരു ദിവസം ആമേൻ 1 മണിക്കൂർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് എപ്പോഴെങ്കിലും അടുത്ത അരമണിക്കൂർ കണ്ടുപിടിച്ച് നിങ്ങളെല്ലാം പ്രാർത്ഥനയിൽ മുന്നേറണം. In a day, even if you're not able to spend 1 whole hour in prayer, at least spend half an hour, and then later find another time where you can spend another half an hour in prayer. ആമേൻ. നിങ്ങൾ 1 മണിക്കൂർ പ്രസംഗിക്കുന്നെങ്കിൽ ഒരു ആമേൻ 2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് അത് ചെയ്യാമെങ്കിൽ ഭയങ്കര ആത്മപകർച്ച നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് സംഭവിക്കും. If you're going to preach for 1 hour, you must pray for 2 hours and then you must preach.
then you will see great works of God happening in that place. ഹല്ലേലൂയ. Hallelujah. എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. My God is a faithful God. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. God is a God who does miracles. ദൈവം മിറക്കിളുകൾ ചെയ്യുന്ന ദൈവമാണ്. God is a God who does miracles. ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്തും. God will reveal his works. നിങ്ങൾക്ക് ദൈവം തന്ന പ്രൊഫറ്റിക്കൽ ആമേൻ ആ ഇമ്പാർട്ടേഷൻ അത് നിങ്ങളിൽ ഇമ്പാക്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾ വാ തുറക്കുമ്പോൾ ലജ്ജിക്കരുത്. മിനിസ്റ്റർ ചെയ്യുമ്പോൾ എതിര് തടസ്സങ്ങൾ, ആക്ഷേപങ്ങൾ, മുടക്കങ്ങൾ, നിരാശയുടെ വെപ്പൺ വാക്കുകൾ ഒക്കെ ശത്രു വായിക്കും. പക്ഷേ അത് കേട്ട് തളർന്നാൽ നീ തളർന്നിരിക്കും. അതിനെ പ്രാർത്ഥനയിൽ ജയിച്ച് മുന്നേറേണ്ടത് ആവശ്യമാണ്. God has already laid a prophetical impartation upon you, so you must boldly use that and go ahead. When you minister, many oppositions, accusations and criticisms will come against you, but do not be discouraged. Boldly go ahead in what the Lord is calling you to do. Hallelujah. 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 ഇന്ന് രാവിലെ കുറച്ച് സമയം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ Today morning while I prayed for some time, ഇന്നലെ രാത്രി ചില മണിക്കൂറുകളെ ഞാൻ ഉറങ്ങിയുള്ളൂ. yesterday night I only slept for some time. ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സമയം Today morning as I got up early and prayed, കർത്താവിനെ ഒരു വിഷൻ കാണിച്ചു. the Lord showed me a vision. ഒരു തീ ആളിക്കത്തും. A great fire was burning. ഞാൻ എന്താന്ന് ചോദിച്ചപ്പോൾ When I asked the Lord, what is it? ആമേൻ കർത്താവിനോട് പറഞ്ഞു, The Lord told me, ഈ തീയിലൂടെ മോശയെ തിരിച്ചതുപോലെ ഇതിനകത്ത് ചിലരെ ഞാൻ തീക്കകത്തൂടെ ഞാൻ തിരിക്കാൻ പോകുകയാണ്. the Lord said, just as I turned the life of Moses through a burning fire experience, similarly there are some people over here, I'm going to totally shift their life through a fire experience. Hallelujah. Hallelujah. ഇന്ന് പകൽ ഇതിനകത്ത് ഒരു അഗ്നി അഭിഷേകം, ഒരു പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കുകയാണ്. Today morning in this place, an anointing of fire, a fire of the Holy Spirit and a wind of the Holy Spirit is blowing upon you in this place. ഇന്നത്തെ പ്രാർത്ഥനയിൽ In today's prayer, നിങ്ങളുടെ കൺഫ്യൂഷൻ കംപ്ലീറ്റ് കർത്താവ് ക്യാൻസൽ ചെയ്യാൻ പോകുകയാണ്. the Lord is going to totally cancel all your confusions. ആമേൻ. നിങ്ങൾ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുമ്പോൾ When you become strengthened in prayer, നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. you will see miracles. നിങ്ങളുടെ കയ്യിൽ ഒരു കീ ഉണ്ട്. ആ കീയാണ് prayer. You have a key in your hand and that key is called prayer. Hallelujah. Hallelujah. വിടുതലായോ, സൗഖ്യമായോ, മറുപടി കിട്ടിയോ എന്ന് നിങ്ങൾ ഉറപ്പായിട്ട് ചോദിക്കാം. After you pray, you can confidently ask, will you receive the answer? Will you receive the solution? Because you will. എന്നെ പ്രാർത്ഥനയുടെ ആ ഫുൾ സ്വിങ്ങിലേക്ക് നയിച്ചത് എന്റെ ഭാര്യയാണ്. My wife is the one who led me into full swing of prayer. എന്നോട് പറയും, She would tell me, സാമച്ചാൻ കൂടുതൽ സമയം പ്രാർത്ഥിക്കണോ. Samcha, you must pray a lot, she would tell ഇത് me. കേട്ട് 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 ഞാൻ അങ്ങനെ പ്രയറിലോട്ട് പിന്നെ തിരിഞ്ഞു. As I keep on listening to that, I enter into more prayer. അതൊരു എൻകറേജ്മെന്റ് ആയിരുന്നു. That was an encouragement. അവൻ ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. Therefore, now I'm very joyful. അവൻ പൗലോസിന്റെ ഹൃദയത്തിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു അല്ലാതെ മറ്റൊരു ചിന്തയുമില്ലായിരുന്നു. In the heart of Paul, apart from Jesus Christ who was crucified, he did not have any other thoughts. നിങ്ങളുടെ ജീവിതത്തിൽ In your life, ക്രിസ്തുവിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം. you must give great importance to Jesus. ഇന്നലെ ഒരു സഹോദരി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. Yesterday, a sister came to pray to me. അവരുടെ വയസ്സും കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. They told me her age and all that. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. There was no possibility for her to have children. ഞാൻ 4 വർഷം മുമ്പ് പ്രാർത്ഥിച്ചപ്പം, However, 4 years ago when I prayed for her, അതിനെക്കാട്ടി പ്രായമുള്ള ഒരു കുടുംബത്തിനും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കുടുംബത്തിനും പ്രാർത്ഥിച്ച് അവർക്ക് ഇത് കൊടുത്ത കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ ദൈവം എന്റെ കരങ്ങൾക്ക് ഭാഗ്യം തന്നു. but 4 years ago they had many complications and they were unable to have children. But when I prayed for them, the Lord gave them children and I dedicated those children. ദൈവം ഒരു കാര്യം പറയുമ്പോൾ, When the Lord says something, ആ പ്രവചന ശബ്ദത്തിന്റെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് പറഞ്ഞവനല്ല, ആ പരിശുദ്ധാത്മാവാണ് ആ സ്ഥാനത്ത് എത്തിക്കുന്നത്. so when somebody prophesies, the person who leads us into the destination of that prophecy is not the person who prophesied, but the Holy Spirit. ആമേൻ. ഓസ്ട്രേലിയയിൽ ജോഷുവ എന്ന് പറയുന്ന ഒരു മകനുണ്ടായി. There was a son who in Australia. ആമേൻ. അവന്റെ പിതാവ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
പാസ്റ്ററെ പ്രാർത്ഥിക്കണം, എന്റെ കുഞ്ഞിന് ഹൈപ്പർ ആക്ടിവിറ്റീസ് ആണ്, അവനെ സ്കൂളിൽ വിട്ടോണ്ടിരുന്നു, സ്കൂളുകാർ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞൊരു ഭയങ്കര കരച്ചിലാകേക്കുന്നു. So his father called me and said, Pastor, please pray for my son. He has some issues related to hyperactivity. I sent him to school and even they returned him back home. ആ പിതാവ് കുറെ നേരം സംസാരിച്ചു. That father prayed for a long ഞാൻ time. അദ്ദേഹത്തിന് പറഞ്ഞു, ആ മോനേക്ക് അടുത്ത് വെക്ക്, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. And I told that father, have the son next to you and I will pray for him. എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറെ ദിവസം. For many days I started to pray for him every day. ഞാനും എന്റെ വൈഫും ഞങ്ങൾ മാറി മാറി പ്രാർത്ഥിച്ചു. Me and my wife, we would pray for them. കർത്താവ് ഒരു ശബ്ദം കേൾപ്പിച്ചു. The Lord spoke to me. ഇവൻ നോർമൽ സ്കൂളിൽ പഠിക്കുമെന്നും ഇവൻ ക്ലാസ്സിലെ ടോപ്പർ ആകുമെന്നും ഒരു ശബ്ദം ദൈവം കേൾപ്പിച്ചു. The Lord told me he will study in a normal school and he will be the topper in that class. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ അവനിൽ ദൈവം ഒരു അത്ഭുത വിടുതൽ കൊടുത്തു. And even the Lord did a miracle in that person's അങ്ങനെ life. എല്ലാ മെഡിക്കൽ ചെക്കപ്പും കഴിഞ്ഞപ്പോൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഇവന് ഹൈപ്പർ ആക്ടിവിറ്റീസ് ഇപ്പൊ ഇല്ല, ഇവൻ നോർമൽ കുഞ്ഞായിരിക്കുന്നു, ഇവന്റെ ഹോർമോൺ എല്ലാം ക്ലിയർ ആണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. After doing the medical checkup again, the doctor said that issue is no longer in him and they gave him a normal certificate. ആ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോയി. They took the child to the school. അവർ ആദ്യം അഡ്മിഷൻ കൊടുക്കാൻ മടിച്ചു. Initially they hesitated to give him the admission. എന്നാലും അഡ്മിഷൻ കൊടുത്തു. However, they still gave him. ആ ടീച്ചർ എല്ലാം ഇവരെ വാച്ച് ചെയ്യുമ്പോൾ When the teacher watches that child, ഇവൻ ഭയങ്കര ആക്റ്റീവായിട്ട് ക്ലാസ്സിലിരിക്കുന്നു. now he's very active in the classroom. എന്താ സംഭവിച്ചതെന്നറിയാമോ? You know what happened? അവൻ ആ ക്ലാസ്സിലെ ടോപ്പറായിട്ട് തീരുകയും ആ സർട്ടിഫിക്കറ്റ് എനിക്ക് അയച്ചു തരികയും ചെയ്തു. You know what happened? He became the topper of that class and he sent me his certificate as well. ആ സാക്ഷ്യം അവർ ആസ്ട്രേലിയയിലുള്ളത് പറഞ്ഞപ്പോൾ ഒരു വീട്ടിൽ 2 ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള കുഞ്ഞുണ്ടായിരുന്നു. ആ 2 കുഞ്ഞുങ്ങൾക്കും സൗഖ്യം കിട്ടി. And that family, they testified of that miracle in another church in Australia. Then 2 other families where the children had issues of hyperactivity, they were miraculously healed. ഇന്ന് പകൽ ഹൈപ്പർ ആക്ടിവിറ്റീസിലുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറയ്ക്ക് ദൈവം അത്ഭുത വിടുതൽ തരാൻ പോകുകയാണ്. Any of you in your family, if you have children who are having these hyperactivity issues, the Lord is giving a healing to your generations. ഇനിയും നിങ്ങൾ ആ പഴയ വേദനയിൽ പോകുകയില്ല. Now you will not go back to your old struggles. നിങ്ങളെ അലട്ടുന്ന യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ദൈവം അത് മാറ്റിക്കളയാൻ പോകുകയാണ്. If there are certain urinary infections which are troubling you, the Lord is going to remove it. നിങ്ങളുടെ നട്ടെല്ലിന്റെ വേദന, സ്പൈൻ പ്രോബ്ലം ദൈവം മാറ്റാൻ പോകുകയാണ്. The Lord is going to remove and heal your spine related problems. നിങ്ങളുടെ ക്യാൻസറിന്റെ സെല്ലുകൾ കംപ്ലീറ്റ് മാറി എല്ലാം അത് നോർമലായി ദൈവം മാറ്റിയിരിക്കുകയാണ്. Your cancerous cells, the Lord is going to remove it and bring you to a normal condition. നമുക്ക് വന്ന കഷ്ടത നമ്മെ തകർക്കാനല്ല, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാനും ഇറങ്ങാനുമാ. അതുപോലെ പ്രാർത്ഥിച്ചോണം, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. The difficulties that come in our life is not meant to destroy us, but it is to push us forward towards the kingdom of God and his purposes. Hallelujah. 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 ദൈവം വലിയ ദൈവമാണ്. God is a big God. ദൈവം നമുക്ക് വേണ്ടി വൻകാര്യം ചെയ്യും. God will do great things for us. അവൻ യേശു പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. Jesus gave importance to prayer. ഈ വചനം വായിച്ച് വായിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എൻ്റെ മദർലോ എന്നോടൊരു പ്രോഫസി പറഞ്ഞു, ഈ കാണുന്ന സ്ഥലമെല്ലാം സാമച്ചന് ദൈവം തരും, ഒരു പ്രയർ ടവർ തുടങ്ങണമെന്ന് പറഞ്ഞു. Some years ago, it was only when I was spending time in the presence of God and reading this passage multiple times, that's when my mother-in-law prophesied to me and said, the land around you, all this land, the Lord is going to give you and you're going to start a prayer tower there. എൻ്റെ വീട്ടിലും എല്ലാവരും പാസ്റ്റേഴ്സും ശുശ്രൂഷയിലുമാ. എൻ്റെ ഭാര്യയുടെ വീട്ടുകാരും പ്രാർത്ഥനയിലും എല്ലാവരും ശുശ്രൂഷയിലും പ്രോഫറ്റിക് ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നവരുമാണ്. Both my family and my wife's family, all of them are pastors who are in the ministry and they operate the prophetic gifts as well. Hallelujah. Hallelujah. നിങ്ങളുടെ എല്ലാം വീട് മിഷൻ വീടായി ദൈവം മാറ്റും. All of your houses and families, the Lord will make it a missionary family. ഓ, ഇതിനപ്പുറത്ത് വേറൊരു പദവിയില്ല, ഇതിനപ്പുറത്ത് വേറൊരു സന്തോഷമില്ല.
ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ് നമ്മുടെ അനുഗ്രഹം. Yes, there is no greater honor or no greater privilege than to preach the Lord Jesus Christ. എന്റെ ഏറ്റവും വലിയ സന്തോഷം, My greatest joy. എനിക്ക് 2 പിള്ളേരുണ്ട്. I have 2 children, അവൻ പോളും ജോയലും. Paul and Joel, അവൻ അവരുടെ ഭാര്യമാര് and their wives, സാറ ആൻഡ് സാൻഡ്ര. Sarah and Sandra. ഒരു കൊച്ചുമോനെ ഏലിജായ ദൈവം And തന്നിട്ടുണ്ട്. God has given me a grandchild named Elijah. രണ്ടാമതൊരു കുഞ്ഞുകൂടെ അവന് വരുന്ന ജെറമി. And another child is also about to be born, Jeremy. ഇതെല്ലാം പ്രവാചകന്മാരാ. All of these are prophets. ഞാൻ എപ്പോഴും കാനഡയിൽ ചെല്ലുമ്പോൾ Whenever I go to Canada, ആ കൊച്ചുമോനെ എന്റെ മടിയിൽ പിടിച്ചു വെക്കും. I will take my grandchild and seat him on my lap. എന്റെ 2 കൈ മൈക്ക് വെക്കുന്നില്ല, എന്റെ 2 കൈയും അവന്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കും. And then I lay my hands on his head, both my hands, and I pray for him. അവനോട് കൈയടിക്കാൻ തുടങ്ങും. And immediately he starts clapping his hands. പിന്നെ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, അപ്പച്ച ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതെന്ന് പറയും. And then he'll stand up and dance and say, grandfather also dance like this. അവന് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷിലാ ഇങ്ങനെ പറയും. He doesn't know Malayalam, he speaks in English. നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ If we worship, നമ്മുടെ കുഞ്ഞുങ്ങളും ആരാധിക്കും. our children also will worship. നാം കൈയടിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണെങ്കിൽ If we are people who pray and clap our നമ്മുടെ hands, കുഞ്ഞുങ്ങളും അങ്ങനെ ചെയ്യുന്നവരാണ്. our children also will do that. നാം ഉഴപ്പ് കാണിച്ചാൽ അവരും ഉഴപ്പ് കാണിക്കും. If we are hesitating in life, they also will do the same. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, The problems in our life, പ്രശ്നങ്ങൾ the difficulties, നമ്മെ തകർക്കാനല്ല, it is not meant to destroy us. നമ്മെ പണിയാൻ വേണ്ടിയാണ്. It is in order to build us. ഹല്ലേലൂയ. Hallelujah. കർത്താവ് നമ്മെ പണിയുന്ന കർത്താവാണ്. God is the God who builds us. അവന് കഴിയാത്തതൊന്നുമില്ല. There is nothing impossible for him. അടുത്തിരിക്കുന്നവരോട് പറ, ഇന്ന് മുതൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കണം. Tell the person next to you, pray for 1 hour every day. 1 മണിക്കൂർ പ്രാർത്ഥിക്കണം. You must pray for 1 hour. നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു, 1 മണിക്കൂർ. Tell everyone, the person next to you. കളിപ്പിക്കരുത്, പറയാൻ അങ്ങോട്ട്. Say 1 it, say it to മണിക്കൂർ. എല്ലാവരും പറ, Say it to പ്രാർത്ഥിക്കണം. everyone. Say it to the person next to you. എത്ര- Pray for 1 hour every day. എത്ര മണിക്കൂർ? How many hours? How many hours you pray? How many hours? 1 hour, 2 hour, 3 hour പ്രാർത്ഥിക്കണം. You must pray for 1 hour, 2 hours, 3 hours. പ്രാർത്ഥനയിൽ വൻകാര്യങ്ങൾ നടക്കും. Great things will happen through prayer. പ്രാർത്ഥിച്ചാൽ തോറ്റുപോകത്തില്ല. If you pray, you will not be defeated. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാത്തവരും വല്ലതും ഉണ്ടോ? Are there any of your children who do not study well? അതിനെക്കുറിച്ചൊന്നും ഒരു ടെൻഷനും വേണ്ട. You don't need to be tensed about that. എനിക്ക് 2 പിള്ളേരുണ്ടായിരുന്നു. I had 2 children. ഞാൻ അവരോട് പഠിച്ചോന്നും ചോദിച്ചിട്ടില്ല, പരീക്ഷയ്ക്ക് എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിച്ചിട്ടില്ല. I never told them to study. I never asked them how much marks you got in your exam. കാരണം അവരെ കുറിച്ച് എനിക്ക് എന്റെ കർത്താവ് പറഞ്ഞ ഒരു വിഷനുണ്ട്. Because I have a vision for them that my Lord spoke to me. ഹല്ലേലൂയ. Hallelujah. ഏതെങ്കിലും അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ കുറിച്ച് പ്രയാസത്തിലിരിക്കുന്നവരുണ്ടോ? Are there any parents over here who are worried about your children? നിങ്ങൾ പ്രയാസപ്പെടണ്ട. Don't worry about them. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ സീസൺ ചേഞ്ച് ചെയ്യും. The current season of your children are going to change. ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. God is a God who does great miracles. ഓ, ദൈവം മിറക്കിൾ ചെയ്യുന്ന ദൈവം. God is a God who does miracles. ആമേൻ. Amen. പ്രാർത്ഥന. Prayer. അടുത്തിരിക്കുന്നവരെ നോക്കി ചിരിച്ചോണ്ട് പറ, പ്രാർത്ഥന. Tell the person next to you by smiling and say prayer. ചിരിച്ചോണ്ട് പറ, prayer. Smile and say prayer. അങ്ങോട്ട് നോക്കി പറ, Look at them and say prayer. prayer, prayer. Prayer. അത്ഭുതം നടക്കും. Miracle will happen. പ്രാർത്ഥനയിൽ അത്ഭുതം നടക്കും. Through prayer, miracles will പ്രാർത്ഥനയിൽ happen. അത്ഭുതം നടക്കും. In prayer, miracles will നിങ്ങൾ happen. പ്രാർത്ഥിച്ചാൽ മിറക്കിൾ സംഭവിക്കും. If you pray, miracles will happen. ജീവിതകാലം മുഴുവനും നിങ്ങൾ ഈ അസുഖത്തിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് ഉള്ള വിശ്വാസം മാറ്റി ഇപ്പോൾ കർത്താവിനെ സൗഖ്യമാക്കും എന്നുള്ള ആ ഫെയ്ത്ത് നിങ്ങൾ ഇന്ന് പകൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിവിടെ ആക്ട് ചെയ്യും. അതിന്റെ വിടുതൽ ഇവിടെ നടക്കുവാൻ ഇടയായി തീരും. Some of you have some negative beliefs that you're going to continue in the sickness until the end of your life. But remove such negative beliefs and take upon faith and believe that the Lord is going to heal you and act it out, and the Lord will surely give you your healing. എല്ലാവരും തന്നെ ചർച്ച ആക്ടിവിറ്റീസിൽ മുൻപന്തി നിന്നോണം, ഇടിച്ചു മുൻപന്തി നിൽക്കണം. Every one of you must be very active and enthusiastic in the church activities. ഇവിടുത്തെ എല്ലാ യൂത്ത്സും ഓർത്തോണം, നിങ്ങൾക്ക് ദൈവം തന്ന സമയം കർത്താവിന് വേണ്ടി ചുറുചുറുക്കോടെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തോണം. അതൊരു ബ്ലെസ്സിംഗ് ആയിരിക്കും. All the youth over here must realize and decide that whatever you are able to do for the church, do it actively, and the Lord will bless you. ഹല്ലേലൂയ. Hallelujah. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. God is a God who does miracles. പ്രാർത്ഥിക്കാൻ എൻ്റെ മുൻ തയ്യാറായോ? So has everyone made a decision to pray? നിങ്ങളുടെ പ്രാർത്ഥന
ഫലത്തെ കൊണ്ടുവരാൻ പോകുകയാണ്. Your prayers are going to bring fruit. നിങ്ങളുടെ പ്രാർത്ഥന റിസൾട്ടിനെ കൊണ്ടുവരും. Your prayers will bring results. നിങ്ങളുടെ പ്രാർത്ഥന അടഞ്ഞ വാതിലുകളെ തുറക്കും. Your prayers will open the closed doors. ആമേൻ. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ജോലി പലർക്കും കിട്ടാൻ പോവുക. എന്നെ ഫോണിൽ വിളിച്ച് പറയണം. Many of you are going to receive new jobs after I leave this place. You must Hallelujah. call me and inform me. ഹല്ലേലൂയ. Hallelujah. ചില ഹീലിംഗ് നിങ്ങൾ കാണും, അത് നിങ്ങൾ വിളിച്ചു പറയണം. You are going to see some healings and you must call and testify that. ഹല്ലേലൂയ. Hallelujah. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. God will do miracles. എല്ലാവരും വായിക്കൊണ്ട് പറഞ്ഞ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. Say it with your mouth. The Lord will do miracles. Everybody say ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. എല്ലാവരും പറയുക, God will do miracles. ആമേൻ. പ്രാർത്ഥിക്കുക. Pray. പ്രാർത്ഥിക്കുക. Pray. വലിയ കാര്യങ്ങൾ സംഭവിക്കും. Big things will happen. ആമേൻ. പ്രാർത്ഥന നിർത്തരുത്. Don't stop your prayer. You pray. You must pray. Hours you pray. Pray for hours. ആ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഗിഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുകയാണ്. Through your prayer, your spiritual gifts are going to start operating. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? Are you able to believe that? പ്രാർത്ഥനയിലൂടെ വൻ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. Great things are going to happen through prayer. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുന്നു. Impossible things will become possible. പൗലോസിനെ പോലെ Like Paul. പൗലോസിനെ പോലെ Like the Apostle Paul. ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്ത, The thought and desire about Jesus Christ. അത് നമ്മുടെ ജീവിതത്തിൽ കത്തിക്കയറണം. That must light up in our heart. ആമേൻ. അത് കത്തിക്കയറണം. That must light up and shine in our എത്ര heart. പേർക്ക് ആ വലിയ ചിന്തയുണ്ട്? How many of you have that desire? നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കത്തിക്കയറണം. In your life, that desire must light up. പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. If you're ready to pray, stand up. ഈ ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ബെഞ്ച് ഓഫ് കീ കർത്താവ് തരാൻ പോകുകയാണ്. In today's prayer, the Lord is giving you a bunch of keys in your hands. ആമേൻ. കർത്താവ് തരാൻ പോകുന്നു. The Lord is giving it to you. കർത്താവ് തരാൻ പോകുന്നു. The Lord is giving it to you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ചില കുടുംബത്തെ കർത്താവ് തിരിക്കാൻ പോകും. The Lord is going to shift some families. കർത്താവ് ആഷിമ കർത്താവ് ഒരു പേര് കർത്താവിനെ കാണിക്കുന്നു. The Lord is showing me a name named Ashima. ആമേൻ. ചില കുടുംബങ്ങളെ ദൈവം ടച്ച് ചെയ്യുന്ന സമയമാണ്. This is the time where the Lord is touching some families.